അമ്മമ്മ ഭയങ്കര ചിരിയാണല്ലോ. ആ ചിരിക്കുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എങ്ങനെയാണോ അമ്മ ചെയ്യണമുണ്ടോ? അമ്മമ്മ ഭയങ്കര ചിരിയാണല്ലോ. ആ അമ്മ നീല സാരി എടുത്ത് എന്തായാലും എന്നെ ക്ഷണിച്ചതിലും ഇനാഘോഷം ചെയ്യാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചതിൽ ഒത്തിരി സന്തോഷം കേട്ടോ. ഭയങ്കര സന്തോഷം നിങ്ങൾ എല്ലാവരും കണ്ടപ്പോൾ. എല്ലാവരുടെ മുഖത്തൊക്കെ ഒരു സന്തോഷം. പ്രത്യേകിച്ച് ചേട്ടന്മാരൊക്കെ എന്നെ നോക്കി ചിരിക്കുന്നു. എന്ത് കണ്ടിട്ടാണെന്ന് എനിക്കറിയില്ല. ഇനി എൻ്റെ എന്തെങ്കിലും കോമഡി കണ്ടിട്ടാണെന്ന്. സ്റ്റാർ മജിയെ കാണാറുണ്ടോ? കാണാറുണ്ടോ? കാണാറില്ലേ? എന്ത് പറയാത്ത കാണില്ലേ? എല്ലാവരും കാണുന്നവരാണോ? കാണുന്നുണ്ടോ? ഓ സന്തോഷം. അതുകൊണ്ടായിരിക്കുമല്ലോ എന്നോട് ക്ഷണിച്ചതല്ലേ. സ്റ്റാർ മാജിക് അല്ല, ശ്രുതി സ്വാസ്തി കാണാറില്ലേ? അത് കാണാറില്ലേ? മല്ലികമ്മയുടെ കൂടെ ഉള്ളത് കാണാറില്ല? പറയണ്ടേ? എന്തായാലും ഈ ഒരു വീണ്ടും പറയുകയാണ്, ഇനാഘോഷം കഴിഞ്ഞിട്ടില്ല, അതിനുള്ള സമയമായിട്ടുണ്ട്. ഞാൻ സുരഭിശ്വാസിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. കഴിഞ്ഞിട്ടില്ല, അവിടെ നിന്ന് തന്നെ പൊക്കിക്കൊണ്ട് ഇങ്ങോട്ട് വരുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണ്ടേ, ഞാനൊരു ഫുഡിയാണ് കേട്ടോ. ഞാൻ ജീവിക്കുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എങ്ങനെയാണോ? ആണോ? ഫുഡ് കഴിക്കാനാണോ ജീവിക്കുന്നത്? അതോ ജീവിക്കാൻ വേണ്ടിയിട്ടാണോ ഫുഡ് കഴിക്കുന്നത്? അതോ കഴിക്കാൻ വേണ്ടിയിട്ടാണോ ജീവിക്കുന്നത്? പറയൂ. ആണോ? കേട്ടില്ല, ഒന്ന് ഉറക്കെ പറയൂ. ജീവിക്കാൻ വേണ്ടിയാണ് കഴിക്കുന്നത്. ഇതേ ഒരു അറേബ്യൻ ഫുഡൊക്കെ ഉണ്ട് ഇവിടെ, കഴിക്കണ്ടേ? വെറൈറ്റി ഫുഡ്. എന്നും വീട്ടിലുണ്ടാക്കുന്ന ചോറും കറിയൊക്കെ കഴിച്ചാൽ മതിയോ? വെറൈറ്റി ഫുഡൊക്കെ കഴിക്കണ്ടേ? സ്വന്തം നാട്ടിൽ, നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ വന്നാൽ മതി എന്നൊക്കെ ഞങ്ങൾ കുറെ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഞങ്ങളൊക്കെ അറേബ്യൻ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി സിറ്റിയാണ് പോയി കഴിക്കുന്നത്, ട്രിവാൻഡ്രത്തൊക്കെ. പക്ഷേ നമ്മുടെ നാട്ടിൽ സത്യം പറഞ്ഞാൽ ഇല്ല കേട്ടോ. ഇപ്പോഴും നാട്ടിലെ ഭക്ഷണം, ഹോംലി ഫുഡൊക്കെ കഴിച്ചാണ് നമ്മൾ പോകുന്നത്. ഞാനിപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ട്രിവാൻഡ്രത്ത് എൻ്റെ നാട് ആര്യനാടാണ്. ആര്യനാടെന്ന് ഞാനിപ്പോൾ ട്രിവാൻഡ്രത്തോട്ട് മാറി 2 വർഷമായി. അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ അറേബ്യൻ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയത്. അപ്പം നിങ്ങളുടെയൊക്കെ ഒരു ലക്കാണ്, ഒരു ഭാഗ്യമാണ് നാട്ടിൽ ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് വന്നത് തന്നെ. അപ്പോൾ ഇത്രയും നാളും ചേട്ടന്മാരൊക്കെ വീട്ടിലത്തെ ഹോംലി ഫുഡൊക്കെ കഴിച്ചിരുന്നവരാണ്. അപ്പോൾ വെറൈറ്റി ടേസ്റ്റോട് കൂടി അടിപൊളി ഫുഡ് തമ്പുരാൻസിന് നിങ്ങൾക്ക് ഇനി കഴിക്കാം അല്ലേ ചേട്ടാ? ഉറപ്പായിട്ടും. എന്തായാലും ഭയങ്കര സന്തോഷം വീണ്ടും എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലൊക്കെ. പിന്നെ വേറെന്താ പറയാനുള്ള, എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കൂ. നിങ്ങൾ ആർക്കും മിണ്ടുന്നില്ല. എന്താ സന്തോഷമില്ലേ? സന്തോഷമുള്ളൊരു കാര്യമല്ലേ ഇവിടെ നടക്കാൻ പോകുന്നേ. അപ്പോൾ സംസാരിക്കൂ. എന്തെങ്കിലും ചോദിക്കണ്ട. ഈ നാട്ടുകാരനാണോ? ആണോ? എന്താ സംസാരിക്കൂ. എന്താ സംസാരിക്കാം? എന്തെങ്കിലും സംസാരിക്കൂ. എന്തെങ്കിലും ചോദിക്കണ്ടോ? ചേച്ചിമാരാരെങ്കിലും, ഗേൾസ് എന്തെങ്കിലും സംസാരിക്കണ്ടോ? മൈക്ക് വേണോ സംസാരിക്കാൻ? അത് ഇങ്ങോട്ട് വിളിക്കാം. നിങ്ങൾ അവിടെ നിന്ന് കൈ കാണിച്ചാൽ മതി. ഇവിടെ ഒന്ന് ചോദിക്കാം.